പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പഴം ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 1.5 പഴം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് ആ ഞരമ്പ് പോലത്തെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് അമർത്താൻ പറ്റുന്ന പാകത്തിൽ അതാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ഒരു ആവി കിട്ടുന്ന പാത്രത്തിൽ വെച്ച് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.